ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനീഷ് കൃഷിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എല്ലാ മത്സരാർത്ഥികളോട് അനീഷിനെ കളിയാക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അനീഷ് ഈ പറയുന്ന ആദിലയും നൂറയും അനുമോളും ഇരിക്കുമ്പോൾ അവിടെ പോയി ഈ ഒരു കാര്യം സംസാരിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. അനുവും ആദിലയും നൂറയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് അനുമോളോട് പറയുന്നു, ക്രഷ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ അനുമോൾ പറയുകയാണ്, ഇനി ഒന്നും പറയേണ്ട എന്നോട്, ഞാൻ പ്രതീക്ഷിച്ചു പോയി എന്നാണ് അനുമോൾ പറയുന്നത്. അതിന് അനീഷ് പറയുന്നു, അതൊക്കെ ഒടിച്ച് കൂട്ടി മടക്കി പോക്കറ്റ് വെച്ചാൽ മതി എന്ന രീതിയിൽ അനുവിനോട് അനീഷ് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അനു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദിലയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എല്ലാവരുമായിട്ട് കൂടുതലായിട്ടൊന്നും കോൺടാക്ട് ഒന്നും ചെയ്യേണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അനുമോൾ എൻ്റെ അപ്പുറത്തെ സൈഡിൽ കിടക്കുമ്പോൾ ഞാൻ അനുമോളുടെ മുഖം നോക്കാതെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ പലരോടും ഞാൻ അടുത്ത് ഇടപെടാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ല. പിന്നെ പോകെ എല്ലാവരോടും ഞാൻ ഇടപെടുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു. പിന്നെ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുന്നത് അതൊരു നല്ല കാര്യമാണ് ബിഗ് ബോസ് ചെയ്തത്. പിന്നെ അനുമോളൊക്കെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തരുന്നതും അതൊക്കെ എനിക്ക് വല്ലാണ്ടൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെയാണ് ഈ പറയുന്ന അനീഷ് ഈ ആദിലോട് പറയുന്നത്. അങ്ങനെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി, എല്ലാവരോടും ഒത്തിരി സഹകരിക്കാൻ പഠിച്ചുപോയി, എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു, സ്ത്രീ പുരുഷനെ കുറിച്ചുള്ള എൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന അതെല്ലാം മാറിപ്പോയി എന്ന രീതിയിലൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് അത് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യുമ്പോൾ ആദിൽ പറയുന്നുണ്ട്, ഇതൊക്കെ അനീഷേട്ടന് അവിടെ പറയത്തില്ലായിരുന്നോ, അവിടെ പറഞ്ഞായിരുന്നെങ്കിൽ ഇവർ ഈ പറയുന്നതൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ എന്നൊക്കെ ആദിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഷാനവാസ് അനീഷിനെ അവിടെ കളിയാക്കുന്നതിനായിട്ട് വരുന്നുണ്ട്. അനുമോൾ അവിടെ മഞ്ഞ സോഫയിൽ ഇരിക്കുകയാണ്, ഓപ്പോസിറ്റ് ആയിട്ട് അനീഷ് അവിടെ ഇരിപ്പുണ്ട്. ഷാനവാസ് ചോദിക്കുന്നു, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്. അപ്പോൾ അനീഷ് പറയുന്നു, എല്ലാ കാര്യങ്ങളും മിത്രത്തിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ അനുമോൾ പറയുന്ന കാര്യം ഇതാണ്, മിത്രത്തിന് എന്താണ് കാര്യം, ഇത് ഞാനും അനീഷേട്ടനും തമ്മിലുള്ള കാര്യമാണ്. അപ്പോൾ അനീഷ് തമിഴിൽ പറയുന്നു, സൈഡ് വാടാ, നീ അന്തപക്കം പോടാ എന്നൊക്കെ. അനു പാല് കുടിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഈ വർത്തമാനമൊക്കെ പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അനീഷേട്ടാ പാല് വേണോ എന്ന് ചോദിച്ചിട്ട് അനീഷിൻ്റെ കപ്പിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേട്ടൻ കുടിക്കുക, ചേട്ടൻ്റെ ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ അവിടെ പറയുന്നത്. എന്നിട്ട് അനുമോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി എൻ്റെ ആഹാരത്തിൻ്റെ പകുതി ചേട്ടന് ഞാൻ തരും എന്ന് പറഞ്ഞ് നാണത്തിൽ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, പാലൊക്കെ പാതി കുടിക്കുന്നത് ഫസ്റ്റ് നൈറ്റിനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നു, ഈ പാലിന് ഭയങ്കര ടേസ്റ്റാണ് എന്ന്. അപ്പോൾ ഷാനവാസ് കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കാണും, അണുക്കളൊക്കെ അടങ്ങിയതല്ലേ എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കോംബോ അടിപൊളിയായിട്ടുണ്ട്. അതോടൊപ്പം അനുമോളുടെയും അനീഷിന്റെയും ഒപ്പിച്ചൊപ്പിച്ചുള്ള ഈ തഗ് കൂടി ആയപ്പോൾ ആ ഒരു സീൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.